എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ല ഉള്ളി സാമ്പാറാണ്. ദോശയുടെയും ഇഡ്ഡലിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാവുന്ന ഉള്ളി സാമ്പാർ. അപ്പോൾ ഒരു കപ്പ് പരിപ്പ് നല്ലപോലെ കഴുകിയിട്ട് 2 കപ്പ് വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. 2-3 വിസിലടുപ്പിച്ചെടുക്കാം. വിസിലടുപ്പിക്കുന്ന നേരത്ത് നമുക്ക് ഇതുപോലെ ഒരു കടായി വെച്ചെടുക്കാം. അതിലേക്ക് നിറയെ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ചെറിയുള്ളി എടുക്കുന്നതിന് കണക്കൊന്നുമില്ല കേട്ടോ. 1.5 കപ്പോ 1 കപ്പോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ ഒരു 10-20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ 2 പഴുത്ത തക്കാളി ഇതുപോലെ കുഞ്ഞാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. പതുക്കെ ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് കേട്ടോ. അതൊരു 1 ടീസ്പൂണോളം അത് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് സാമ്പാർ പൊടിയാണ്. അതപ്പോൾ ഒരു 2 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. സാമ്പാർ പൊടി ഒരു 2 ടീസ്പൂൺ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച സാമ്പാർ പൊടിയാണ് കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരല്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്തെടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ട് നമുക്കിതിലേക്ക് പരിപ്പാണ് കേട്ടോ നമ്മൾ ചേർത്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പ് കൂടി ചേർത്തെടുത്തിട്ട് നല്ല പോലെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിൽ കുറച്ച് ചെറിയുള്ളിയും ഒരു ചെറിയ സവാളയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളി ഉള്ളി സാമ്പാർ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ചോറിൻ്റെ കൂടെയും ഇഡ്ഡലി ദോശ ഇതിൻ്റെ കൂടെയൊക്കെ അടിപൊളി കറിയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു അല്പം ഉപ്പിൻ്റെ പോരായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. വേണമെങ്കിൽ ഇതിലേക്ക് ഒരല്പം ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനത് ചേർക്കണില്ല കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് കൊത്തമല്ലി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കടുകും ഉണക്കമുളകും ഉള്ളിയും കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ ആ താളിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ആയപ്പോൾ നമ്മുടെ സാമ്പാർ സെറ്റ്. എന്നാൽ ശരി, പോയിട്ട് വരാം.